അസ്സലാമു അലൈക്കും. പെട്ടെന്ന് പറഞ്ഞപ്പോൾ അബ്ബക്ക് മാറിപ്പോയതാണോ എന്നൊരു തോന്നലിൽ അവൾ അയാളെ തന്നെ ഒന്നു നോക്കി. പക്ഷേ അബ്ബാന്റെ മുഖത്ത് സന്തോഷമോ അഭിമാനമോ അങ്ങനെ എന്തൊക്കെയോ നിറഞ്ഞു നിൽക്കായിരുന്നു. ബാക്കിയുള്ളവരുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ഇതൊക്കെ ഇവർ മുൻകൂട്ടി തീരുമാനിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി. എല്ലാവരും കൂടി പ്ലാൻ ചെയ്തിരിക്കുന്നു. ഞാൻ മാത്രമേ ഒന്നും അറിയാത്തതുള്ളൂ. എൻ്റെ ഇഷ്ടം മാത്രം ആരും ചോദിക്കാതിരുന്നേ. ആദിക്ക പോലും ഒന്നും പറഞ്ഞില്ലല്ലോ. അവളിലെ സങ്കടം ഇരച്ചു കയറിക്കൊണ്ടിരുന്നു. അതിനേക്കാളുപരി തൻ്റെ പ്രിയപ്പെട്ടവൻ അരികിൽ നിൽക്കുമ്പോൾ തന്നെ ഇതൊക്കെ കേൾക്കേണ്ടി വന്നല്ലോ എന്നായിരുന്നു. മിഴികൾ നിറഞ്ഞു. മിഴിനീർ പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ നന്നേ പാടുപെട്ടു. ഒരു ആശ്വാസത്തിനെന്നോണം അവൾ കൂട്ടുകാരികളുടെ കൈകൾ മുറുക്കി പിടിച്ചു. ആ പിടുത്തത്തിൽ അവളുടെ ഹൃദയം എത്രമാത്രം നുറുങ്ങുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾക്കൊരു സപ്പോർട്ടായി അവർ കൂടെ തന്നെ നിന്നു. എല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു ഫൈസി. ആദ്യമായിട്ടാണ് ഒരാളോട് പ്രണയം തോന്നിയത്. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചത്. അവളെ തേടി എവിടെയൊക്കെ അലഞ്ഞു. ഇപ്പോൾ കൺമുന്നിൽ കണ്ടപ്പോൾ ഇങ്ങനെയാകുമെന്ന് ഒരിക്കലും കരുതിയില്ല. ആദിയുടെ പെങ്ങൾ കൂടിയാണെന്നറിഞ്ഞപ്പോൾ അവളെ ഇനിയൊരിക്കലും ഒന്നിനും വിട്ടുകൊടുക്കില്ലെന്ന് 1000 വട്ടം മനസ്സിൽ പറഞ്ഞതാണ്. ഒരുപാട് സന്തോഷിച്ചതാണ്. എൻ്റെ സന്തോഷത്തിന് അല്പായുസ്സേ ഉണ്ടായിരുന്നുള്ളൂ. വിധി എനിക്കായി കരുതി വച്ചത് ഇതായിരുന്നു. കൺമുന്നിൽ കൊണ്ടു തന്നിട്ട് തട്ടിക്കളയാനായിരുന്നു. അങ്ങനെ ഒരു 100,000 ചിന്തകളായിരുന്നു മനസ്സിൽ. ഹൃദയത്തിൽ സൂചി തറച്ച പോലെ വേദനയായിരുന്നു. നിറഞ്ഞു വന്ന മിഴിനീർ ആരും കാണാതെ തുടച്ചു മാറ്റി. നീ എന്താ മോളെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ. അവൾക്ക് ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ട്. ആബിദ് ചിരിയോടെ പറഞ്ഞു. ചിരിക്കാനോ കരയാനോ കഴിയാതെ ഒരു ശീല കണക്കെ അവൾ നിന്നു. അബ്ബാന്റെ മുഖത്ത് ഇത്രയും സന്തോഷം ഇതുവരെ കണ്ടിട്ടില്ലെന്ന് അവൾക്ക് തോന്നിപ്പോയി. ഈ സന്തോഷം താൻ കാരണം ഇല്ലാതാകുമല്ലോ എന്നോർത്തപ്പോൾ അവൾ അതിലേറെ കുഴങ്ങിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ. തനിക്കായി ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എല്ലാ അബ്ബായും ഇക്കാക്കമാരും പറയുന്ന പോലെയാണ്. ധരിക്കുന്ന വസ്ത്രം പോലും അവർ വാങ്ങിത്തരുന്നതാണ്. ഒന്നും ഇതുവരെ ആവശ്യപ്പെടേണ്ടി വന്നിട്ടില്ല. എല്ലാം തൻ്റെ മനസ്സറിഞ്ഞു തന്നെയാണ് ഓരോന്നും ചെയ്യാറുള്ളത്. അവർ നൽകുന്നതത്രയും ഏറ്റവും മികച്ചതും ആയിരിക്കും. പക്ഷേ ഫൈസിക്ക ഓർമ്മ വെച്ച നാൾ മുതലേ തുടങ്ങിയതാണ് ഫൈസിക്കാനോടുള്ള ഇഷ്ടം. ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും കൽബിൽ കൊത്തിവെച്ചത് ഫൈസിക്കാൻ്റെ പേരാണ്. എൻ്റെ എല്ലാം പറയാതെ തന്നെ അറിഞ്ഞു നടത്തി തരുന്നവർ ഇതും അതുപോലെ നടത്തി തരുമെന്ന് ആശിച്ചു. പക്ഷേ ഇപ്പോൾ അവൾക്ക് ഓർക്കും തോറും തല പെരുക്കുന്ന പോലെ തോന്നി. എല്ലാവരും വരൂ, നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ആദ്യം എല്ലാവരെയും കേക്ക് കട്ട് ചെയ്യാൻ ക്ഷണിച്ചു. കേക്ക് മുറിക്കാനായി ലൈല കത്തിയും പിടിച്ച് കേക്കിന് മുൻപിൽ നിന്നു. നീ എന്താടാ മാറി നിൽക്കുന്നേ? ചെന്നു ലൈല മോളെ എടുത്ത് നിക്കെന്ന് പറഞ്ഞ് അബ്ദുള്ള തൻ്റെ മകനെ ലൈലയോട് ചേർത്ത് നിർത്തി. അവൻ ഭയങ്കര നാണക്കാരനാ. അയാൾ അത് പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. ലൈലക്ക് അവിടുന്ന് ഇറങ്ങി ഓടാനാ തോന്നിയത്. കേക്ക് കട്ട് ചെയ്ത് ഫാത്തിമ പറഞ്ഞു. കേക്ക് കട്ട് ചെയ്തതും മോനെ അതിൽ നിന്ന് ഒരു പീസ് എടുത്തു മോളെ വായിലേക്ക് വെച്ചു കൊടുക്ക്. ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് വേണോ? സുബൈദ പറഞ്ഞു. അൻവർ അതിൽ നിന്ന് ഒരു കേക്ക് എടുത്തു അവൾക്ക് നേരെ നീട്ടി. തൻ്റെ പെണ്ണിനോട് ഒരുവൻ ചേർന്നു നിൽക്കുന്നു, അവളുടെ വായിലേക്ക് മധുരം നൽകുന്നു. ഇതൊന്നും കണ്ടു നിൽക്കാൻ ആവാതെ ഫൈസി മുഖം തിരിച്ചു. ഹൃദയം വേദന താങ്ങാനാവാതെ അവൻ നിന്നു. തനിക്ക് നേരെ മധുരം നീട്ടിപ്പിടിച്ചു നിൽക്കുന്നവനെ തിരസ്കരിച്ചു. അവളുടെ മിഴികൾ തിരഞ്ഞത് ഫൈസിയായിരുന്നു. പക്ഷേ മുഖം തിരിച്ചുള്ള അവൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ അവളുടെ ഹൃദയം നുറുങ്ങിപ്പോയി. ഇതൊന്നും അവനെ ബാധിക്കുന്നതേ അല്ലെന്നോർത്ത് നെഞ്ചകം വിങ്ങ് പൊട്ടി. അവൻ്റെ ഹൃദയവും തന്നെ പോലെ തകർന്നു പോയിരിക്കുകയാണെന്ന് അവൾക്ക് അറിഞ്ഞില്ല. വാങ്ങിക്ക് മോളെ, ഫാത്തിമ പറഞ്ഞപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നുണർന്നത്. തൻ്റെ നേർക്ക് സ്നേഹത്തോടെ കേക്ക് നീട്ടി നിൽക്കുന്നവനെ കാണെ അവൾക്കത് വളരെ ആരോചകരമായി തോന്നി. അവളത് പതുക്കെ കയ്യിൽ വാങ്ങി കഴിച്ചൊന്നു വരുത്തി.
പിന്നീട് ഫോട്ടോ എടുക്കലും മധുരം പങ്കിടലുമൊക്കെ ആയി ആ നിമിഷം അവർ ആഘോഷിച്ചു. ഇതൊന്നും കണ്ടു നിൽക്കാൻ കഴിയാതെ ഫൈസി തകർന്നു പോയിരുന്നു. ആദിയെ വിളിച്ച് വീട്ടിൽ നിന്ന് ഉപ്പ വിളിക്കുന്നുണ്ടെന്നും അത്യാവശ്യമായി തനിക്ക് പോകണമെന്നും കള്ളം പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ആദി നിർബന്ധിച്ചെങ്കിലും പോയിട്ട് തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവൻ പോയിരുന്നു. അല്ലെങ്കിൽ തൻ്റെ കൈവിട്ടു പോകുമെന്ന് തോന്നിപ്പോയിരുന്നു അവന്. അത്രക്കും വേദനിക്കുന്നുണ്ടായിരുന്നു ആ ഹൃദയം. അവരൊക്കെ പോയതിനു ശേഷം റൂമിൽ കയറി ബെഡിലേക്ക് കമിഴ്ന്നു വീണിരുന്നു ലൈല. ഇതുവരെ പിടിച്ചു വച്ചതൊക്കെയും അണപൊട്ടി ഒഴുകിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണീരിനാൽ തലയിണ നനഞ്ഞു കുതിർന്നു. അവളുടെ ഈ അവസ്ഥ കണ്ടത് കൊണ്ട് തന്നെ പോകാതെ നിന്നതായിരുന്നു ആതിരയും ഫസ്നയും ഷിബിയും. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ അവർ നിന്നു. എന്നാലും ഇത് ഒരുമാതിരി മറ്റേതിലെ സർപ്രൈസ് ആയിപ്പോയി, ആതിര പറഞ്ഞു. ഷിബിയും ഫസ്നയും ഈ നേരത്തു തന്നെ വേണോ എന്നർത്ഥത്തിൽ അവളെ തറപ്പിച്ചൊന്നു നോക്കി. അതിനവൾ പല്ലിളിച്ചു കാണിച്ചു. കുറച്ചു നേരത്തേക്ക് അവർ ആരും ഒന്നും മിണ്ടിയില്ല. അവൾക്കരികിൽ തന്നെ ഇരുന്നു. ഇത്രയും നേരം അടക്കിപ്പിടിച്ചതൊക്കെ ഒഴുക്കിക്കളയട്ടെ എന്നവർ കരുതി. അല്ലെങ്കിൽ അവളുടെ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് അവർ ഭയപ്പെട്ടു. കുറെ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഫസ്ന അവളെ എണീപ്പിച്ചിരുത്തി. ലൈല, നോക്ക്, നീ ഇങ്ങനെ കരയല്ലേ. അതിന് മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയും സമയമുണ്ട്. അതേ ലൈല, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. നമുക്ക് എന്തേലും ഒരു വഴി ഉണ്ടാക്കാം. ഷിബി അവളെ ഒന്ന് സമാധാനിപ്പിച്ചു. എന്ത് വഴി? എന്ത് വഴിയാ നിങ്ങൾ പറയുന്നേ? അവൾ കണ്ണുനീർ തുടച്ചു ചോദിച്ചു. അത് പിന്നെ എന്താ പറയേണ്ടതെന്ന് അവർക്കും അറിയില്ലായിരുന്നു. അബ്ബ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച മട്ട. ഇനി ഇതിൽ നിന്ന് പിന്മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അബ്ബാനെ ശരിക്ക് അറിയാഞ്ഞിട്ടാ. അബ്ബ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. ഡി, നമുക്ക് ആദിക്കാനോട് പറഞ്ഞു നോക്കാം. നിന്റെ സങ്കടം കണ്ടാൽ ആദിക്ക വെറുതെ ഇരിക്കില്ല, ഷിബി ഉറപ്പോടെ പറഞ്ഞു. ആദിക്കാനോട് എന്ത് പറയാനാ? ഫൈസിക്കാനെ എനിക്ക് ഇഷ്ടമാണെന്നോ? ഫൈസിക്ക ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്നോ? ഫൈസിക്കാക്ക് അങ്ങനെ ഒരു ഇഷ്ടം എന്നോട് ഇല്ലെങ്കിലോ? അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? നീ ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട. ആദ്യം നമുക്ക് ഈ അൻവറിനെ ഓടിക്കാം, ബാക്കിയൊക്കെ പിന്നെയല്ലേ, ആതിര പറഞ്ഞു നിർത്തി. അതെ, എന്ത് തന്നെ വന്നാലും നമ്മൾ ഈ കല്യാണം മുടക്കിയിരിക്കും, ഫസ്നയും പറഞ്ഞു. അവരുടെ ആ വാക്കിൽ ലൈലാക്കും കുറച്ചൊക്കെ ആശ്വാസം തോന്നി.